ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ഓണം. ഇന്ന് എൻ്റെ സ്കൂളിൽ ഓണം ആഘോഷമാണ്. അത് നമുക്ക് കാണാം. എൻ്റെ ഡ്രസ്സ് കൊള്ളാമോ കൂട്ടുകാരെ? ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ഓണം. ഇപ്പോൾ എല്ലാവരുടെ സ്കൂളുകളിലും ഓണം സെലിബ്രേഷൻ ആണല്ലോ അല്ലേ? എൻ്റെ മോളെ സ്കൂളിലും ഓണം സെലിബ്രേഷൻ ആണെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് അത്തപ്പൂക്കളിടലാണ്. ടീച്ചേഴ്സും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് അത്തമൊക്കെ ഇട്ടത്. നല്ല മനോഹരമായ അത്തം ഇട്ടു. അങ്ങനെ അത്തം മുഴുവനായി ഇട്ടതിന് ശേഷം കുറച്ച് പൂക്കൾ തെന്നി കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ മോളും അത് സെറ്റാക്കി വെച്ച് കൊടുത്തു. അതിനുശേഷം ഞങ്ങളൊരു ചെറുതായിട്ടൊരു വീഡിയോ അത്തത്തിനെ കാണിക്കുന്ന രീതിയിൽ എടുത്തു. അത് കഴിഞ്ഞ് കുട്ടികളുടെ ഒരു കൊച്ചു മേളവും നമ്മുടെ മാവേലിയെ വരവേൽക്കലുമായിരുന്നു. എല്ലാവരും നമ്മുടെ മാവേലിയെ വരവേറ്റു. കുട്ടികളെല്ലാവരും തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കലായിരുന്നു. എല്ലാ കുട്ടികളുടെയും ഫോട്ടോ എടുക്കലായിരുന്നു. എൻ്റെ മോളും ടീച്ചറിൻ്റെ കൂടെ ഇരുന്ന് HM ടീച്ചറിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുട്ടികളെല്ലാവരും ഓരോരോ ക്ലാസ് ടീച്ചേഴ്സുമായിട്ടിരുന്ന് ഫോട്ടോ എടുക്കലായിരുന്നു. എൻ്റെ മോളും അവളുടെ ക്ലാസ് ടീച്ചറുമായിട്ടിരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുകയായിരുന്നു. കഴിഞ്ഞിട്ട് ഞങ്ങൾ PT അംഗങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങൾ PT അംഗങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവരുടെ കൂടെ ഞങ്ങളുടേതായ കുറച്ച് നിമിഷങ്ങൾ ഫോട്ടോ എടുക്കലായിരുന്നു. ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളുടെ കൊച്ചു പരിപാടികളാണ് അടുത്തത്. അതിൻ്റെ ഭാഗമായി മാവേലി കുട്ടികളെല്ലാവരെയും പോയി കാണുകയും അവർക്ക് ഓണാശംസകൾ നേരുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു മാവേലിയെ കണ്ടതിൽ. മാവേലിയെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അടുത്തത് കുട്ടികളുടെ കൊച്ചു പരിപാടികളാണ്. അവർ നല്ല മനോഹരമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയും കുട്ടികളുടെ പരിപാടികളുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടിപ്പോകും, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കുള്ള ഓണസദ്യ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണസദ്യ വന്നു. എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സദ്യ. എൻ്റെ മോൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കുട്ടികളെല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. അവരെല്ലാവർക്കും ഓണസദ്യ ഒരുപാട് ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും PT അംഗങ്ങളുടെയും ഭാഗമായിട്ട് ഞങ്ങളുടെ ഓണസദ്യയായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ച് തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആഹാരം നല്ല രുചിയുണ്ടായിരുന്നു. സദ്യ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. പിന്നെ കുറേ നാളിന് ശേഷം ഇപ്പോഴാണ് കഴിക്കുന്നത്. 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ സദ്യയെല്ലാം കഴിച്ച് കുറച്ച് സമയം ഞങ്ങളുടേതായ ഇതിൽ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് കുട്ടികൾ കുറച്ച് നേരം പാർക്കിലൊക്കെ പോയിരുന്ന് കളിച്ചു. അവിടെ തന്നെ ഒരു കൊച്ചു പാർക്കുണ്ട്. അവിടെ കുട്ടികൾ ഊഞ്ഞാലൊക്കെ ആട്ടൊക്കെയായിരുന്നു. അവളെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ അവൾ കുറച്ച് നേരം കളിച്ചു. പിന്നെ ഞാൻ പോയി ഊഞ്ഞാലൊക്കെ ആട്ടി കൊടുത്ത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവളെ വാപ്പ വന്നപ്പോൾ അവൾ ഭയങ്കര സന്തോഷമായി. പിന്നെ വാപ്പയുടെ കൂടെ ചേർന്ന് വാപ്പയും മോളും കൂടെ അവരെ കിന്നാരം പറച്ചിലും കാര്യങ്ങളായിരുന്നു. പിന്നെ അങ്ങോട്ട് വാപ്പയും മോളും കൂടെ ആയിരുന്നു കളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട്. മോൾക്കൊത്ത് വാപ്പ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, മോളെല്ലാ താളത്തിനൊത്തും തുള്ളും വാപ്പ. പിന്നെ വാപ്പയും മോളും കൂടെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവൾക്ക് മാവേലിയുടെ കൂടെ വെച്ച് ഡാൻസ് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അവൾ ഡാൻസൊക്കെ കളിച്ച്. അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ അവസാനത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞപ്പം സ്കൂളിലെ ഓണാഘോഷ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.